ആസിഫ് അലി, നിങ്ങൾ വീണ്ടും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടനെഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ്. എത്ര തന്മയത്വത്തോടെയാണ് നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇന്നലത്തെ പത്രസമ്മേളനം തന്നെ എത്ര മനോഹരമായാണ് ആ വിഷയം നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത, നിങ്ങളെ നെഞ്ചോട് ചേർത്ത്, നിങ്ങൾക്ക് നേരിട്ട അപമാനത്തിൽ പ്രതിഷേധിച്ച മലയാളികളെ നിങ്ങൾ ഇടനെഞ്ചിൽ ചേർക്കുമ്പോഴും രമേശ് നാരായണൻ അനുഭവിക്കുന്ന ആ വിഷമത്തോടൊപ്പം നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ തന്നോടൊപ്പം ചേർന്ന് നിന്ന പ്രേക്ഷകരെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ മനോഹര പത്രസമ്മേളനം കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുകയാണ്. നിങ്ങളീ പറഞ്ഞ ആ പത്രസമ്മേളനത്തിനിടക്ക് നിങ്ങൾ പറഞ്ഞ ആ വാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, ഏറ്റവും മനോഹരമായി തോന്നിയത്. എതിരെ നിൽക്കുന്നവൻ്റെ ഒന്നറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ ലോകത്ത് എന്ന് നിങ്ങൾ ആ പറഞ്ഞ ആ വാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് നാരായണൻ നിങ്ങളോട് ചെയ്തതും ഇപ്പോൾ സമൂഹം നിങ്ങളുടെ പേര് പറഞ്ഞ് രമേശ് നാരായണൻ അപമാനിക്കുമ്പോഴും നമുക്ക് ഈ വാക്ക് ഓർമ്മിക്കാനേ ഉള്ളൂ. ആ സമയത്ത് ആ സ്റ്റേജിൽ നിങ്ങൾ തന്നെ ആ പത്രസമ്മേളനത്തിൽ, ആസിഫ് അലി, നിങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രമേശ് നാരായണൻ ആ സ്റ്റേജിൽ വിളിക്കാത്ത സമയത്തും പരിപാടി അവസാനിക്കാനായ സമയത്ത് രമേശ് നാരായണൻ്റെ പേര് തെറ്റായി വിളിച്ച സമയത്തും അദ്ദേഹത്തിനുണ്ടായ ഒരു ചെറിയ മാനസിക വിഷമത്തിൽ സംഭവിച്ചു പോയതാണിത് എന്നാണ് നിങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എത്ര പക്വതയോടെയാണ് നിങ്ങൾ ആ കൈകാര്യം ചെയ്ത ആ വിഷയം എന്ന് കാണുമ്പോഴാണ് നിങ്ങളുടെ ആ മനസ്സിൻ്റെ ആ നന്മ ഓരോ മലയാളിക്കും മനസ്സിലാവുന്നത്. രമേശ് നാരായണന് നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയും വലിയൊരു മനസ്സിനുടമ ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്. അദ്ദേഹം തന്നെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല എന്ന് നിങ്ങൾ ആ പറയുമ്പോഴും, നിങ്ങൾ അപമാനിതനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ പുഞ്ചിരി, ആ സ്റ്റേജിൽ ആ പരിപാടിയിൽ നിങ്ങൾ കാണിച്ച ആ പുഞ്ചിരി പോലെ തന്നെയാണ് മനോഹരമായിരുന്നു നിങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനവും. രമേശ് നാരായണന് എതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ അറ്റാക്ക് അവസാനിപ്പിക്കാനും നിങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്രയോ വലിയൊരാളായിട്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും ഈ സിനിമ ഇൻഡസ്ട്രിയിലും മാറിയിരിക്കുകയാണ്. ഇനി ഒരാൾക്കും ഇത്തരമൊരു പൊതുപരിപാടിയിൽ അപമാനിതരാവാൻ ഇടയാവരുതേ എന്ന് മാത്രമാണ് ഓരോ മലയാളി പ്രേക്ഷകർക്കും പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത്തരമൊരു സൈബർ ആക്രമണവും ഇനി ഒരാൾക്കും നേരിടേണ്ടി വരരുതേ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മനോഹരമായിരുന്നു ആസിഫ് അലി നിങ്ങളുടെ ഇന്നലത്തെ പത്രസമ്മേളനം. കൃത്യവും വ്യക്തവുമായിട്ട് തന്നെ ചേർത്ത് പിടിച്ചവരെ നെഞ്ചോട് ചേർത്തും തൻ്റെ പേര് പറഞ്ഞ് മറ്റൊരാളെ ആക്രമിക്കുന്ന കാണുമ്പോൾ അത് തടയാനെടുത്ത ആ ഇനീഷ്യേറ്റീവും മനോഹരമായിരുന്നു. എന്തായാലും നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്.